ഇവിടെ മുൻപ് അനുരാധ മാം വന്നിരുന്നു ഗസ്റ്റായിട്ട്. അപ്പം ഇങ്ങനെ ഞാൻ മാമിനോട് ചോദിച്ചു, ഒരുപാട് റിയാലിറ്റി ഷോസ് നിന്ന് കുട്ടികൾ വരുന്നുണ്ട്, പക്ഷെ ഇവർക്ക് എല്ലാവർക്കും മലയാള സിനിമയിൽ ഒരു സ്ഥാനം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ മാം പറഞ്ഞു, അത് ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ട് നമ്മളുടേതായിട്ടുള്ള ഒരു ഓൺ ക്രിയേറ്റിവിറ്റി കണ്ടെത്തി അതിലൂടെ പ്രശസ്തിയാവാൻ അല്ലെങ്കിൽ നിലനിൽക്കാനേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ വളരെ സത്യമാണ്. എപ്പോഴും നമുക്ക് അത്രയും കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഒരു ഓൺ ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിനെ പ്രതിനിധീകരിച്ച് ഒരു കലാകാരി ഇവിടെ വരാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് ചോദിക്കാം അല്ലെ, പിന്നെ കൂടെ നല്ല പാട്ടുകളും കേൾക്കാം. എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അശ്വതി നിതിൽ. സോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇൻട്രോയിൽ ഇങ്ങനെ പറയുമായിരുന്നു, അതായത് വെറുതെ പാട്ടുകൾ പാടുക മാത്രമല്ല, അത് എഴുതുക, അതിനൊരു ട്യൂൺ കണ്ടുപിടിച്ച് അതൊരു കംപ്ലീറ്റ് ഒരു സോങ് ആക്കുക, എന്നിട്ട് അത് വിഷ്വൽ ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അല്ലെ ആൽബംസ് ആക്കിയിട്ട് അവർ റിലീസ് ചെയ്യും. അതെ, ആരും ഡിപെൻഡ് ചെയ്യാണ്, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയുന്ന പോലെ. പക്ഷെ അത് വളരെ നല്ല കാര്യമാണ് അല്ലെ, എനി ടൈം. അപ്പോൾ അങ്ങനെ തോന്നാനായിട്ട് എന്തെങ്കിലും ഒരു റീസൺ വന്നോ? അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റിലൂടെ വിഷമം വന്നിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇതാണോ? കമ്പോസിങ്ങിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ദിവസം എഴുതി ട്യൂൺ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നി ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ പുറമെ ആരെയും കേൾപ്പിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല, എൻ്റെ പേരൻസ് പോലും ആരും അറിയില്ല. ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 8ാം ക്ലാസ് തൊട്ട് ചെയ്യുന്നുണ്ട് ഓരോ സോങ്സ്. ഇപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതിയിട്ടുള്ളതൊക്കെ, അതായത് കവിതകളാണോ അത് ഇതേപോലെ? ഇതുപോലെ എനിക്ക് ആദ്യം വരുന്നത് ട്യൂണാണ് വരിക. അത് ആ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ലിറിക്സ് എഴുതുന്നത്. അല്ലാണ്ട് ഒരു ട്യൂൺ മുഴുവനായി ചെയ്ത് ലിറിക്സ് എഴുതുകയല്ല ചെയ്യുന്നത്. കുറച്ചായിട്ട്, അതായത് ഓരോ ലൈനായിട്ടാണ് ചിലപ്പോൾ ലിറിക്സ്. അപ്പോൾ അത് കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ കമ്പോസ് ചെയ്യാനും അങ്ങനെ ഒരു, അതായത് അതിനൊരു ഇൻസ്ട്രുമെന്റ്സിന് സപ്പോർട്ട് കൊടുക്കാനും വേണമെന്ന് ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ പ്രാവർത്തികമാവുന്നുള്ളത് അറിയില്ലായിരുന്നു. ഈ ആദ്യം എഴുതിയ പാട്ട് ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട്, അതിപ്പോഴും അത് എന്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഒരു സാധനം. അത് ശരി. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം. യെസ്. കാട്ടുമുല്ലകൾ പൂക്കുമീ താഴ്വരങ്ങളിൽ, കാട്ടുപൂമൊട്ട് കോർക്കുമീ രാത്രിയിൽ. കാട്ടുമുല്ലകൾ പൂക്കുമീ താഴ്വരങ്ങളിൽ, കാട്ടുപൂമൊട്ട് കോർക്കുമീ രാത്രിയിൽ. കാതിൽ മെല്ലെ മൂളി ചെറുമൈനകൾ കൊഞ്ചലായി കാത്തിരുന്നു നീ ഇന്നു നാണമായി. കാട്ടുമുല്ലകൾ പൂക്കുമീ താഴ്വരങ്ങളിൽ, കാട്ടുപൂമൊട്ട് കോർക്കുമീ രാത്രിയിൽ. ആക്ച്വലി ഒറ്റയ്ക്ക് എഴുതിയ അങ്ങനെ ഫീൽ ചെയ്യും, ഏതോ ഒരു സിനിമയിലെ പാട്ട് കേൾക്കുന്ന പോലെ തന്നെ. അതെ, ഒരു സിനിമയിലെ പാട്ട് പോലെ. ഈ എപ്പോഴെങ്കിലും മൂവിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? അതായത് ഏതെങ്കിലും കുറെ പാട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ കടം ചോദിക്കുകയാണെങ്കിൽ കൊടുക്കും? അതിന് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ പേര് വെക്കണം. ഇപ്പൊ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഒരു നല്ലൊരു ഹൗസ് വൈഫും കൂടിയാണ്. അതായത് ഭർത്താവ്, ഒരു കുഞ്ഞു വാവ, ഇവരെയൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി അതിന്റെ ഇടയിൽ എഴുതുന്നു, പാടുന്നു, അതുപോലെ കമ്പോസ് ഒക്കെ ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പാട്ടുകൾ കമ്പോസ് ചെയ്തൊക്കെ റെഡി ആകുമ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് അതിന്റെ വിഷ്വൽ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഇടാൻ ഇവർക്കൊരു പാടില്ല. കാരണം ഹസ്ബൻഡ് അങ്ങനെ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. അതും ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. അപ്പൊ ഇതാണ് നിതിൽ. അപ്പൊ എത്ര വർഷമായി, അതായത് ഫ്ലവേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ എത്ര വർഷമായി? ഫ്ലവേഴ്സിൽ ഇപ്പം സ്റ്റാർട്ടിങ് മുതലുണ്ട്, 6 വർഷമായിട്ടുണ്ട്. നമ്മൾ ടെലിവിഷനിൽ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ആ ജോലിയാണോ ചെയ്യാൻ എളുപ്പം, അതോ വൈഫ് ഉണ്ടാക്കി തരുന്ന പാട്ടിന്റെ ഗ്രാഫിക്സ് ചെയ്യാനാണോ? അല്ല, എനിക്ക് തോന്നുന്നത് വൈഫിന്റെ ഹോബിയാണ് ഈ പാട്ടുണ്ടാക്കുക.
ചുമ്മാ ഇരിക്കുന്ന സമയത്ത് പാട്ട് ഉണ്ടാക്കുക. നമുക്ക് സ്വന്തം ജോലിയിൽ ഉള്ള ജോലിയേക്കാൾ കൂടുതലായിരിക്കും വീട്ടിൽ വരുമ്പോ ഈ ജോലി അല്ലേ? അതെ അതെ. മറ്റേത് കുറച്ചെങ്കിലും റെസ്റ്റ് പാവത്തിന് കിട്ടും. ഇത് വീട്ടിൽ വന്ന ചേട്ടാ ഇന്നൊരു പാട്ട് ഞാൻ ഉണ്ടാക്കി കമോൺ അങ്ങനെയാണോ? അങ്ങനെയുണ്ട്. ഇനി മോന്റെ പേരെന്താ? ഹായ് പാർത്ഥിവ്. മോന് പാട്ട് ഇഷ്ടമാണോ? അമ്മയുടെ പാട്ടാണോ ഇഷ്ടം അതെയോ വേറെ സിംഗേഴ്സിന്റെ പാട്ടാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. പാട്ട് പാടുവോ? ആണോ? ഒന്നൊരു പാട്ട് പഠിക്കേ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമീട്ടിലോ പൂങ്കാട്ടിലോ, പുൽമീട്ടിലോ പൂങ്കാട്ടിലോ, നിങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. അപ്പൊ എനിക്കിപ്പോ തോന്നി ഒരു അമ്മയും മകനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തീമിലൊരു പാട്ടൊക്കെ എഴുതുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പാട്ട് പാടാനൊക്കെ ഒരാളെ റെഡി ആയിട്ടുണ്ട് അല്ലേ? ജനിക്കുന്നതിന് മുമ്പേ ഒരു സോങ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു താരാട്ട് പാട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അതായത് അശ്വതി ചെയ്തു. പക്ഷെ അത് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ അപ്പൊ ആ ഒരു പാട്ടിന്റെ ഒരു രണ്ടു വരിയും കൂടി ഒന്ന് നമുക്ക് വേണ്ടിയിട്ട്. ആലോലം ഉണ്ണിത്താലോലം, ആലോലം ഉണ്ണിത്താലോലം, നീയുറങ്ങുണ്ണി താലോലം, നീയുറങ്ങുണ്ണി താലോലം, നീയുറങ്ങുണ്ണി താലോലം താലോലം. ആലോലം ഉണ്ണി താലോലം, നീയുറങ്ങുണ്ണി താലോലം, നീയുറങ്ങുണ്ണി താലോലം താലോലം. ഒരു നല്ല താരാട്ടുപാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അതേപോലെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു നമ്മുടെ മലയാള സിനിമയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സിംഗർ ഒക്കെ ആയിട്ട് ലിറിസിസ്റ്റ് ആ ഒരു എല്ലാ മേഖലയിലും കൈവയ്ക്കാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. കാരണം അതിനുള്ള ഒരു കഴിവ് ഉള്ള ഒരാളാണ് അല്ലേ? അതുപോലെ എടുത്തു പറയേണ്ട നമുക്ക് ഒരു പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. ഒന്ന് അഭിഷായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രോഗ്രാമർ ഉണ്ട്. ആള് നമ്മുടെ കൂടെ തന്നെ എന്തും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുറെ ഓർക്കസ്ട്ര ഒക്കെ പ്ലേ ചെയ്യാനുള്ള ആൾക്കാരും നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. യെസ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കണം. ചേട്ടന്റെ ഒരു സപ്പോർട്ട് ഇതേപോലെ തന്നെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും.